നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ചെൽസിക്ക് ജയിക്കാനായില്ല. കറാബാഗ് എഫ്കയോടാണ് ഈ സമനില. പക്ഷേ എസ്റ്റവായോ വില്യൻ മിന്നിത്തിളങ്ങിയൊരു മത്സരമാണ്. നോക്കുക, എസ്റ്റവായോ വില്യനെ കുറിച്ച് യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ ഗ്രൂപ്പ് പറഞ്ഞത്, ഹി സ്കോർഡ് ദി ഓപ്പണിംഗ് ഗോൾ. അദ്ദേഹത്തിന് എന്തിനാണ് ആ പ്ലെയർ ഓഫ് ദി മാച്ച് കൊടുത്തതെന്ന് പറയുകയാണ്. അദ്ദേഹം ഓപ്പണിംഗ് ഗോൾ അടിച്ചു. മാത്രമല്ല, ഒരുപാട് ഷോട്ടുകൾ ഉണ്ടാക്കി, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, നമ്പർ ഓഫ് ഡ്രിബിൾസ് കംപ്ലീറ്റ് ചെയ്തു. ഹി ലുക്ക്ഡ് വെരി ഡേഞ്ചറസ് ആൻഡ് പൊസസ്ഡ് ക്വാളിറ്റി ഓൺ ദി ബോൾ. വളരെ ഡേഞ്ചറസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ബോൾ കാലിലുള്ളപ്പോൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി പ്രകടമാക്കുകയും ചെയ്തു. എസ്റ്റവായോ അവൻ്റെ ക്വാളിറ്റി യൂറോപ്യൻ ഫുട്ബോളിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മികച്ചൊരു ഷോട്ടായിരുന്നു അത്, മികച്ച ഗോളായിരുന്നു. പെനാൽറ്റി ബോക്സിൽ വെച്ച് ലഭിച്ച ബോൾ എതിരാളികളുടെ ഡിഫൻഡർമാരുണ്ടായിരിക്കെ തന്നെയാണ് അത്തരത്തിലൊരു ലോ ഷോട്ട് അടിച്ച് എതിരാളികളുടെ വലയിലേക്ക് അടിച്ചു കയറ്റുന്നത്. അതവൻ്റെ പ്രതിഭ വിളിച്ചോതുന്നതാണ്. മനോഹരമായ രൂപത്തിൽ നീക്കങ്ങൾ അവനുണ്ടാക്കുന്നു, അവൻ ഡ്രിബിൾ ചെയ്യുന്നു, അവൻ്റെ മൂവ്മെൻ്റൊക്കെ മനോഹരം എന്ന് പറയുന്നതോടൊപ്പം അവൻ്റെ ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ തന്നെ ഒരു 2 സ്റ്റെപ്പ് അപ്പുറത്തേക്ക് അവന് കളി റീഡ് ചെയ്യുന്നുണ്ട് ഈ ചെറിയ പ്രായത്തിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതായാലും മിന്നും പ്രകടനം എസ്റ്റവായോ നടത്തിയെങ്കിലും കളി 2-2 സമനിലയാണ്. കറാബാഗ് എഫ് കെ ശരിക്കും ഞെട്ടിക്കുകയാണ്. അവർ 4 കളികളിൽ 2 ജയിച്ചു, ഒരു സമനിലയും പിടിച്ചു. അങ്ങനെ 7 പോയിൻ്റ് അവർക്കുണ്ട്. അവർ ഇപ്പോൾ 15ാം സ്ഥാനത്താണ്. ചെൽസിക്കും 4 കളിയിൽ നിന്ന് 7 പോയിൻ്റേ ഉള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. ചെൽസി 12ാം സ്ഥാനത്താണ്. ഏതായാലും ഈ മത്സരത്തിൽ 16ാമത്തെ മിനിറ്റിൽ എസ്റ്റവായോയുടെ ഗോളിലൂടെ ചെൽസിയാണ് ലീഡ് എടുത്തത്. എന്നാൽ ആൻഡ്രാഡയുടെ ഗോളിലൂടെ കറാബാഗ് എഫ് കെ 29ാമത്തെ മിനിറ്റിൽ തിരിച്ചടിച്ചു. ജാൻകോവിച്ചിൻ്റെ പെനാൽറ്റി ഗോളിലൂടെ അവർ ലീഡും പിടിച്ചു. ഒടുവിൽ അലയാൻഡ്രോ ഗർനാച്ചോയുടെ ഗോളാണ് ചെൽസിക്ക് സമനില നേടിക്കൊടുത്തത്. നമ്മൾ എസ്റ്റവായുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മത്സരത്തിൽ അവൻ മികച്ച പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട്. ഒരു ഗോൾ അടിച്ചു, 3 ഷോട്ടുകളുണ്ടായിരുന്നു, 3 കീ പാസുകൾ അവൻ കൊടുത്തു, 5 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകളിൽ 3 സക്സസ്ഫുള്ളായി, 13 ഡ്യുവൽസിൽ 8 വിൻ ചെയ്തു. മികച്ച പ്രകടനം അവൻ നടത്തി. ഈ സീസണിൽ അവൻ്റെ പ്രകടനം മൊത്തത്തിൽ ക്ലബിനും രാജ്യത്തിനുമായിട്ട് 818 മിനിറ്റ് കളിച്ചവൻ 7 ഗോളുകളും 1 അസിസ്റ്റുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതിൽ ഇപ്പം യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രസീലിയൻസിൽ ഏറ്റവും അധികം ഗോളുകൾ ഈ സീസണിൽ നേടിയിട്ടുള്ള താരം അവനാണ്. 4 ഗോളുകൾ ചെൽസിക്കും 3 ഗോളുകൾ ബ്രസീലിന് വേണ്ടിയിട്ടും. സോ അവൻ മിന്നും പ്രകടനം നടത്തുന്നു. അത് വലിയ പ്രതീക്ഷയാണ് ചെൽസിക്കും ബ്രസീലിനും സമ്മാനിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.